ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു പ്രോപ്പർട്ടി കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ലാൻഡഡ് പ്രോപ്പർട്ടി വിത്ത് ബിൽഡിംഗ് എന്തായാലും പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 30 ലക്ഷത്തിന് മേലെ വരുവാണെങ്കിൽ അതിന് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരെ ഇൻകം ടാക്സിലേക്ക് ആ റിപ്പോർട്ട് പോകും. പിന്നെ രജിസ്ട്രേഷൻ ചാർജസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ചാർജസാണ് ഏത് പ്രോപ്പർട്ടിക്കായാലും രജിസ്ട്രേഷൻ ചാർജ് ചെയ്യും. അപ്പോൾ 10% വരും. നമ്മൾ പ്രോപ്പർട്ടി 10% വരും. അത് ഫെയർ വാല്യൂവിനേക്കാളും കുറവാണ് നമ്മൾ കാണിക്കുന്നെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ 8-2-10% വരും. സാധാരണഗതിയിൽ ഫെയർ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫെയർ വാല്യൂവിനേക്കാളും കുറവ് രജിസ്ട്രേഷൻ നടത്താറില്ല. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആധാരത്തിൽ കുറവും ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓരോ സ്ഥലത്തും നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂവിനേക്കാളും കുറവ് സാധാരണഗതിയിൽ രജിസ്ട്രാർമാർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂവിൻ്റെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ചാർജസും ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ചാർജസും നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും. പിന്നെ 30 ലക്ഷത്തിന് മേലെ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇൻകം ടാക്സിലേക്ക് പോകും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ പാൻ നമ്പർ അതൊക്കെ വെച്ചിട്ട് അവർക്കൊരു ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും. അവർ ഒരു പക്ഷേ, എല്ലാവർക്കും വേണമെന്നില്ല, ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട്. 30 ലക്ഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ വേണ്ടി പറയും. സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലാവും. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ FD ഉണ്ടാവും. ആ FD നിന്ന് എടുത്തായിരിക്കും, അല്ലെങ്കിൽ ലോണായിരിക്കും നിങ്ങൾ എടുത്തേക്കുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരിക്കും രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം വിറ്റിട്ടായിരിക്കും. ഇതിനൊക്കെ റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും. ഗോൾഡ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല്, FD ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റിൻ്റെ കോപ്പികൾ, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ലോൺ കിട്ടിയതിൻ്റെ സാങ്ഷൻ മെമ്മോ, ഇതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.